ചോറിൻ്റെ ഒപ്പവും ദോശയുടെ ഒപ്പവും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണിത്. വളരെ കുറച്ച് മാത്രം ചേരുവ ഉപയോഗിച്ച് കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ചമ്മന്തി വളരെ രുചിയുള്ളതാണ്. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 15 ചുവന്നുള്ളി ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി അരിഞ്ഞെടുത്ത് ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുക്കണം. ഇനി ചതച്ചെടുത്ത ചുവന്നുള്ളി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കായപ്പൊടിയാണ്. ഞാനിവിടെ എണ്ണയിൽ വറുത്ത് പൊടിച്ച കായപ്പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാക്കുക. ചൂടായ വെളിച്ചെണ്ണ ഉള്ളി മസാലക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത് അല്പം വെള്ളമാണ്. 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ദോശ ചുട്ടെടുക്കാം. ഇതാ ദോശയുടെ കൂടെ കൊതിയൂറും ഈ ഉള്ളി ചമ്മന്തി കൂട്ടി കഴിക്കാം. നല്ല രുചിയുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.